ഞാൻ അങ്ങനെ വെറുതെ കൊല്ലൊന്നുമില്ല. നിന്നെ കൊന്ന കഥകൾ കേട്ടിട്ട് ഇനി വരുന്ന കുട്ടികൾ പേടിക്കണം. പണ്ട് ചില അമ്മമാര് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ രാക്ഷസന്മാരുടെ കഥ പറഞ്ഞു കൊടുക്കാറില്ലേ? അങ്ങനെ ഇനിയുള്ള കുട്ടികൾക്ക് അമ്മൂമ്മമാര് ജീവന്റെ കഥ പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? ഓ മിസ്സിസ് സുജാത, ഇതാരാ വിളിക്കുന്നതെന്ന് കണ്ടോ? മിസ്റ്റർ രഘു. എല്ലാം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ട് കളഞ്ഞെന്ന ഞാൻ കരുതിയത്. പക്ഷെ അന്വേഷിച്ചപ്പോ താമസിക്കുന്ന സ്ഥലം കൃത്യമായിട്ടറിഞ്ഞു. കഴുത്തറക്കാൻ വേണ്ടി 3-4 മുറിയിലേക്ക് അയച്ചിട്ടുണ്ട് ഞാൻ. അവരെ കണ്ട വെപ്രാളത്തിൽ വിളിക്കുമായിരിക്കും എന്റെ അച്ഛൻ. ചാകുന്നതിന് തൊട്ട് മുമ്പുള്ള അവസാനമായുള്ള ആ ശബ്ദമൊന്ന് കേക്കണ്ടേ അമ്മേ? നിനക്ക് കേക്കണ്ടേ? വേണ്ടേ? ആ ഹലോ അച്ഛാ. ഹലോ ഹലോ ജീവ, ജീവ എന്താ ഇത്? എന്റെ മുറിയിൽ 3-4 പേര് വന്നിരിക്കുന്നു. അവര് എന്നെ കൊല്ലാനാ വന്നതെന്നാ പറയുന്നത്. അവരെ ആ കാര്യം ഏർപ്പാടാക്കിയത് നീയാണെന്ന് അവര് പറയുന്നത്. മോനെ, ഇതൊക്കെ സത്യമാണോടാ? അച്ഛാ, അതൊക്കെ സത്യമാ. ജീവ മോനെ, നീ എന്തൊക്കെയാ പറയുന്നത്? മിണ്ടിപ്പോവരുത്. സത്യത്തിൽ ഈ കോളുണ്ടല്ലോ ഒരു വീഡിയോ കോൾ ആവേണ്ടതായിരുന്നു. ഇവിടെ ഇപ്പോ എന്റെ മുന്നില് നിങ്ങളുടെ മരുമോളും ഉണ്ട്, ഭാര്യയുണ്ട്, അവളുടെ ചെറിയച്ഛനും, പിന്നെ നമ്മുടെ വീട്ടിലെ കാവൽ നായകൻ ശരവണൻ. അറിഞ്ഞോ? ജീവ, ജയാറിനെ പേടിച്ച് ഒളിച്ചോടിയതാ പാലക്കാട്ടേക്ക്. പക്ഷെ ഞാൻ പിടിച്ചു. നല്ല സമയോ. ഒരേ മുഹൂർത്തത്തില് 2 കൂട്ടർക്കും കൂടെ ഒന്നിച്ച് ചാകാം. നോ 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 നോ. പരസ്പരം സംസാരമൊന്നും വേണ്ട. ദേ, ഒരു യാത്ര പോലും പറയാതെ അച്ഛന് മരണത്തിലേക്ക് പോവാം. താൻ എന്താടോ കരുതിയത്? എന്റെ കൂടെ നിന്ന് ചതിക്കാനോ? തന്നെ അന്വേഷിച്ച് ശരവണൻ ഓഫീസിലെത്തിയ അതേ ദിവസം തന്റെ നീക്കങ്ങൾ ഞാൻ രഹസ്യമായിട്ട് നോക്കാൻ തുടങ്ങിയതാണ്. താൻ പോയ സകല വഴികളും ഞാൻ കണ്ടുപിടിച്ചു. കൂടെ നിന്ന് ചതിക്കായിരുന്നല്ലേ? ഇന്നീ നാട്ടിൽ നടക്കുന്ന എല്ലാ കോലാഹലങ്ങൾക്കും തിരികൊളുത്തിയത് രഘു എന്ന എന്റെ അച്ഛനാ. അതുകൊണ്ട് തനിക്കൊരു സുഖമരണം. അതാണ് ഈ ജയാറിന്റെ സമ്മാനം. എങ്കിലേ മോനെ, എന്റെ മുമ്പിലേക്ക് നീ അയച്ചവരെ നീ ഒന്ന് വിളിച്ചു നോക്ക്. ഒരുത്തനും ഇനി മിണ്ടില്ലടാ. രഘുവിന്റെ കരുത്തും കഴിവൊക്കെ നീ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ തിരിച്ചു വരും.
നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. സുജാതെ, നിത്യേ, നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങളെ ദ്രോഹിച്ചിട്ട് ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ തീർത്തിരിക്കും. അപ്പൊ അധികം വൈകാതെ അയാള് തിരിച്ചെത്തും. പക്ഷെ തിരിച്ചെത്തുന്നത് ദേഹം നനച്ച് ബലിയിടാൻ വേണ്ടിയായിരിക്കണം. ഇനി ഒരു നിമിഷം പോലും നിനക്ക് ബാക്കിയില്ല. സകല സൗഭാഗ്യങ്ങളുടെയും നടുവില് ഈ ജെ ആറിനെ തോൽപ്പിക്കാൻ ഒരൊറ്റ ഒരുത്തിയേ ഉണ്ടായിരുന്നുള്ളൂ.